ഹലോ. അപ്പോൾ ഇന്നും ഞാൻ പുറത്തിറങ്ങിയിരിക്കുകയാണ്. ഒറ്റയ്ക്ക് തന്നെയാണ് പോകുന്നത്. ഇവിടെ -2 ഡിഗ്രി ഒക്കെ ആയതുകൊണ്ട് തന്നെ ഞാൻ ഗ്ലൗ ഒക്കെ ഇട്ടിട്ടുണ്ട്. നല്ല തണുപ്പാണ്. സ്നോ വീണിട്ടില്ലെങ്കിലും സ്നോ വീഴുമ്പോൾ നമുക്ക് തണുപ്പുണ്ടാവില്ല, അത്ര ഫീൽ ചെയ്യുക. പക്ഷെ സ്നോ ഇല്ലെങ്കിൽ നല്ല തണുപ്പുണ്ടാവും. അതുകൊണ്ട് തന്നെ ഞാൻ ഗ്ലൗ ഒക്കെ ഇട്ട്. കാരണം ഇപ്പോൾ ഒരു 4 മണിയായി. 4 മണിയായപ്പോൾ തന്നെ നല്ല തണുപ്പുണ്ട്. ചിലപ്പോൾ ഞാൻ കുറച്ച് കഴിയുമ്പോൾ ലേറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ കൈ വെളിയിലിടാനായിട്ട് പറ്റില്ല, നല്ല തണുപ്പായിരിക്കും. അതുകൊണ്ട് ഞാൻ ഗ്ലൗ ഇട്ട്. അപ്പോൾ ഫുഡ് കഴിച്ചിട്ടില്ല, ഫുഡ് കഴിക്കണം. അപ്പോൾ അങ്ങനെയൊക്കെയാണ് പ്ലാന്. ഫുഡ് കഴിക്കാം, പിന്നെ എങ്ങോട്ടേലൊക്കെ പോകണം. ബോറടിക്കുന്നു റൂം ചെയ്തിട്ട്. അപ്പോൾ ബാക്കിയെല്ലാം പ്രോബ്ലം ആണ്. ഞാൻ നടന്നു പോകാമെന്ന് വിചാരിച്ചു. കാരണം എനിക്ക് നെറ്റ് എൻ്റെ ഫോണിൽ റീചാർജ് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും കാർവോണിന് റീചാർജ് ആക്കിയിട്ട് പിന്നെ അവിടെ നിന്ന് എന്തായാലും ബസ്സിൽ പോകാമെന്ന് വിചാരിച്ചു. കാർവോണിൽ റീചാർജ് ചെയ്യാനും പിന്നെ കുറച്ച് കാര്യങ്ങളും കൂടെ ഉണ്ട്. അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞ ശേഷം ഞാൻ എന്ത് ചെയ്യാം, ബസ്സിൽ ഇങ്ങോട്ടെങ്കിലും ഫുഡ് കഴിക്കാൻ പോകാൻ വിചാരിച്ചു. ഫുഡ് കഴിച്ചിട്ട് വേണം ബാക്കി കാര്യം. ഇന്നത്തെ ക്ലൈമറ്റ് എന്ന് വെച്ചാൽ എല്ലാവർക്കും പുറത്തിറങ്ങാൻ മടിയാവും, കാരണം അത്രയും തണുപ്പാണ്. പക്ഷെ എനിക്കെന്തോ ബോറടിച്ചുകൊണ്ട് തന്നെ ഞാൻ പുറത്തിറങ്ങി. അപ്പോൾ ഞാൻ ഡോട്ട്സിൽ എന്തെങ്കിലും ഫുഡ് കഴിച്ചിട്ട് പിന്നെ വേറെ എങ്ങോട്ടെങ്കിലും പോകാമെന്ന് വെച്ചിട്ട് പ്ലാൻ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഡോട്ട്സിൽ വന്നിരിക്കുകയാണ്. എന്തെങ്കിലും ഫുഡ് കഴിക്കണം. ഞാൻ ഒരു അമിഗോ റാപ്പ് ആണ് ഓർഡർ ചെയ്തത്. അപ്പോൾ അത് കഴിച്ചിട്ട് വേണം ഇനി വേറെ എങ്ങോട്ടേലും പോകാൻ. റൂമിലിരുന്ന് നല്ല ബോറടിക്കൽ, പിന്നെ ഇന്ന് ഫുഡ് ഉണ്ടാക്കാനൊരു മടി. അപ്പോൾ അതാണ് പുറത്തിറങ്ങിയത്. ഫുഡ് വന്ന് കഴിക്കണം. ഞാൻ ഷോപ്പ് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് ഷോപ്പിൻ്റെ ഉള്ളിൽ. വേറെ ആരും ഇല്ല, കുറച്ച് കുട്ടികൾ തന്നെ ഉള്ളൂ. ഞാൻ ഫുഡ് ഓർഡർ ചെയ്തു, ഇനി ഫുഡ് വരും. പുറത്ത് നല്ല തണുപ്പാണ്, കുറേ നേരം പുറത്ത് നിൽക്കാനായിട്ട് പറ്റില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഫുഡ് കഴിച്ചിട്ട് ഇനി വേറെ എങ്ങോട്ടേലും പോകാമെന്ന് വിചാരിച്ചു. പുറത്ത് നല്ല അന്യായ തണുപ്പാണ്, നല്ല തണുപ്പ്, നല്ല തണുപ്പ്. അതുകൊണ്ട് തന്നെയാണ് ആർക്കും വരാൻ മടി, എല്ലാവർക്കും മടിയായിട്ടിരിക്കുകയാണ്. ക്ലാസ് എനിക്കിന്നില്ല, ഇന്ന് എനിക്ക് ക്ലാസ് ഉണ്ടായിരുന്നില്ല. ഇനി നാളെ എനിക്ക് ക്ലാസ് ഉണ്ട്. ഇപ്പോൾ ഞാൻ 5th സെമ്മാണ്. അപ്പോൾ ഈ ഫുഡ് വരുന്ന വരെ കുറച്ച് വെയിറ്റ് ചെയ്യാം. ഫുഡ് ഓർഡർ ചെയ്തിട്ടൊരു 10 മിനിറ്റ്സ് ആവും എടുക്കാൻ. ഫുഡ് കൊണ്ടുവരാൻ 10 മിനിറ്റ്സ് എടുക്കും. അതുവരെ ഇങ്ങനെ വെയിറ്റ് ചെയ്യും. എൻ്റെ ഔട്ട്ഫിറ്റ് കാണിച്ചു തരാം. ഫുൾ ഔട്ട്ഫിറ്റ് ആണെങ്കിൽ നമ്മൾ ഈ ലെഫ്റ്റിലേക്കാണ്. അങ്ങനെ ഫൈനലി എൻ്റെ ഫുഡ് വന്നു. ഞാൻ അമിഗോ റാപ്പാണ് ഓർഡർ ചെയ്തത്. കഴിക്കാം, നമുക്ക് അമിഗോ റാപ്പ് കഴിച്ചു നോക്കാം. എനിക്കിതിൻ്റെ കളറാണ് ഇഷ്ടം, ഈ അമിഗോ റാപ്പിൻ്റെ ഒരു പിങ്ക് കളർ. ഈ ഭംഗി കണ്ടിട്ടാണ് ഞാൻ എന്നും മേടിക്കല്. കഴിച്ചോ. അടിപൊളി. എൻ്റെ വീഡിയോസൊക്കെ കാണുമ്പോൾ നാട്ടിലുള്ള ഫാമിലി മെമ്പേഴ്സൊക്കെ പറയലുണ്ട്, നിനക്ക് അടിപൊളിയല്ലേ, പുറത്ത് നിൽക്കുക വേണമെങ്കിൽ പുറത്ത് പോവാ, ഫുഡ് അടിക്കാൻ പറ്റും. പക്ഷെ ഞങ്ങൾ ഇവിടെ ചില സമയത്ത് സ്ട്രഗിൾ ചെയ്തെന്ന് നമുക്ക് മാത്രമേ അറിയുള്ളൂ. അബ്രോഡ് ആകുമ്പോൾ എനിക്ക് മാത്രമല്ല, ഇവിടെ നിൽക്കുന്ന എല്ലാവരും അങ്ങനെയാണ്. നല്ലോണം സ്ട്രഗിൾ ചെയ്തിട്ട് തന്നെ നിൽക്കുന്നത്. പിന്നെ ഓരോ സ്ട്രെസ് ഉണ്ടാവും, പ്രശ്നങ്ങൾ വരുമ്പോൾ അതെല്ലാം കൂടെ ഒപ്പമായിട്ട് വരില്ലേ. അപ്പോൾ അതേ അങ്ങനെ കുറേ സംഭവങ്ങളുണ്ടാവും. അതൊക്കെ തരണം ചെയ്തിട്ടാണ് നമ്മളിവിടെ നിൽക്കല്. പക്ഷേ വെളിയിൽ നമ്മളിങ്ങനെ വീഡിയോസ് കാണാം, അല്ലെങ്കിൽ എൻ്റെ സ്റ്റോറി സ്റ്റാറ്റസ് ഒക്കെ കാണുന്ന സമയത്ത് എല്ലാവരും പറയും, നിനക്ക് അടിപൊളിയല്ലേ, നിനക്ക് അടിപൊളിയല്ലേ, പ്രശ്നങ്ങളൊന്നും ഇല്ല, നിനക്ക് എപ്പോൾ വേണമെങ്കിലും പോവാ, വെളിയിൽ പോവാ, എപ്പോൾ വേണമെങ്കിൽ തിരിച്ചു വരാം, ആരും നിന്നെ
പോവണ്ട അങ്ങനെയൊന്നും പറയാൻ ആരും ഇല്ല അങ്ങനെയൊക്കെ പറയും. പക്ഷെ നമ്മൾ പുറത്ത് പോകുന്ന എപ്പോഴെങ്കിലും ആയിരിക്കും അത് കാണുന്ന സ്റ്റോറിയിലെ സ്റ്റാറ്റസിലെ കാണുന്ന ആൾക്കാർ വിചാരിക്കും ഇവർക്ക് അടിപൊളിയാണ്. അങ്ങനെയൊന്നുമല്ല, എല്ലാവർക്കും പ്രശ്നമുണ്ട്. ഞാനിവിടെ സൗത്തോൻ്റെ ഉള്ളിലൊരു നല്ലൊരു ഷോപ്പ് ഉണ്ട്. ഇവിടെ നല്ല ഡ്രസ്സസ് കളക്ഷൻ ഉണ്ട്. ഡ്രസ് കളക്ഷൻ കാണിച്ചു തരാം. വിൻ്റർ ഔട്ട്ഫിറ്റ്സ് ആണ് കൂടുതലുള്ളത്. ഇവിടെ ഞാൻ എനിക്ക് ഈ ഡ്രസ്സ് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ നല്ല പിൻട്രസ്റ്റി ആയിട്ടുള്ള കുറേ ഡ്രസ്സസ്, നല്ല റേറ്റ് ഉണ്ട്. എല്ലാം നല്ല അടിപൊളി ഡ്രസ്സസ്, എനിക്കെല്ലാം ഭയങ്കര ഇഷ്ടപ്പെട്ടു. പക്ഷെ ഒക്കെ 6 lakh, നാട്ടിലൊരു 4000. ഞാൻ 2-3 ഷോപ്പിൽ വെറുതെ ഒന്ന് കയറി. ഇപ്പോൾ കുറച്ച് ടൈമായി, ഞാൻ പിന്നെ വ്ളോഗ് എടുക്കാൻ മറന്നുപോയി. എനിക്ക് ഈ ഡ്രസ്സുകൾ വെറുതെ നോക്കാൻ തന്നെ ഭയങ്കര ഇഷ്ടമായി, കുട്ടികളുടെയൊക്കെ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഷോപ്പിൽ ഒന്ന് കയറിയിട്ട് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു, അതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കുറേ നേരം ഞാൻ പുറത്ത് വന്നു. ഞാൻ ജസ്റ്റ് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പുറത്ത് വന്നേ. ഫുഡ് കഴിക്കാൻ നടന്നു, നേരെ റൂമിൽ പോട്ടെ. നമ്മൾ സൗദോൻ്റെ ഫ്രണ്ടിൽ ഒരു ക്രിസ്മസ് ഡിസംബറായ നമ്മുടെ ബുഹാര കാണാൻ സൂപ്പർ.